വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടിയാണ് മെമ്മറി മാനേജ്മെൻറ്റ്. അതായത് നമുക്ക് ഒരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രൈമറി മെമ്മറിയിലേക്ക് അതിനെ ലോഡ് ചെയ്യണം. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ തന്നെ മെമ്മറി മാനേജ്മെൻറ്റ് മൊഡ്യൂളാണ് ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് പ്രൈമറി മെമ്മറിയിലേക്ക് എടുത്തു വെക്കുന്നതും അതിന് ഒരു പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നതും ദെൻ ഓരോ പ്രോസസ്സുകൾക്കും എത്ര മെമ്മറി റിക്വയർമെൻ്റ് എന്ന് നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതുമൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെമ്മറി മാനേജർ മൊഡ്യൂൾ എന്ന് പറയുന്നത് എവിടേക്കാണോ ഫ്രീ മെമ്മറി സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളത്, ദെൻ അത് നമുക്ക് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടുന്ന പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള മെമ്മറി ഫ്രീ ആയിട്ട് എവിടെയാണ് ഇരിക്കുന്നത് അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോസസ്സുകൾക്ക് എന്തായാലും ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മെമ്മറി റിക്വയർമെൻ്റ് ഉണ്ട് അല്ലേ. സോ അപ്പം അതിന് എങ്ങനെ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും അതിനുള്ള ആ സ്ട്രാറ്റജീസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എത്രമാത്രം മെമ്മറിയാണ് ഒരു പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടുള്ളത്, ദെൻ ഏത് പ്രോസസ്സിനായിരിക്കും ആദ്യം മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ദെൻ അതിനെ എങ്ങനെ റീ അലോക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഈ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ്. അതെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അണ്ടറിലുള്ള മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റാണ് ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ ഇനി നമുക്കറിയാം, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാമിനെ എന്ത് ചെയ്യണം? മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചില സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് പ്രോഗ്രാമിന്, അതായത് എൻ്റെ പ്രോഗ്രാമിനെ നമുക്ക് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എല്ലാ സമയത്തും ഇങ്ങനെ സംഭവിക്കണം എന്നില്ല. അതായത് ഒരു എൻ്റെ പ്രോഗ്രാമിനെ അപ്പടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റില്ല. സം റൂട്ടീൻസിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാം. അതായത് ആവശ്യമുള്ള ഭാഗത്തെ മാത്രം എന്ത് ചെയ്യാം? മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാം. ഈ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൈനാമിക് ലോഡിങ്ങിലൂടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അപ്പം ഒരു പ്രോഗ്രാം അതർ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാമിനെ മാത്രം ലോഡ് ചെയ്യുന്നതിന് പകരം ആരൊക്കെയാണോ ആ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ആ പ്രോഗ്രാംസിൻ്റെ റൂട്ടീൻസുകളെ നമുക്ക് എന്ത് ചെയ്യാം? മെമ്മറിയിലേക്ക് ലോഡ് ചെയ്തിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആ ലിങ്കിങ്ങിനെയാണ്, ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഡിപ്പെൻഡൻറ്റ് പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് പ്രോഗ്രാമിൻ്റെ മൊഡ്യൂൾസിനെ മെമ്മറിയിലേക്ക് ലിങ്ക് ചെയ്തു ആ ഒരു പ്രോഗ്രാമിന് എക്സിക്യൂഷന് വേണ്ടിയിട്ട്. സോ അതിന് നമ്മൾ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് മെമ്മറി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മെമ്മറി അലൊക്കേഷന് വേണ്ടിയിട്ട് ഏതൊക്കെ മെക്കാനിസംസ് ആണ് യൂസ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ 3 ടൈപ്പുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതല്ല, ഇതിൽ കൂടുതൽ മെക്കാനിസംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത് ഈ 3 മെക്കാനിസംസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ദെൻ അതിൻ്റെ എക്സാമ്പിളും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ആ പേര് പറയുന്നത് പോലെ നമുക്കൊരു പ്രോസസ്സിന് മെമ്മറി അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യം കാണുന്ന ബ്ലോക്ക് ഈ ഒരു പ്രോസസ്സിനെ അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് നമ്മൾക്കൊരു പ്രോസസ്സിനെ അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ മെമ്മറി സ്പേസും ആ തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി സ്പേസും തമ്മിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടേക്ക് ഈ ഒരു പ്രോസസ്സിനെ അലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് ദാറ്റ് ഈസ് ബിഗ് എനഫ് ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ബ്ലോക്കിനെ എന്ത് ചെയ്യും? നമുക്ക് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ദെൻ ബസ് ഫിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോസസ്സിനെ ഏറ്റവും ആക്യുറേറ്റ് അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മെമ്മറി ബ്ലോക്ക് ഏതാണോ ആ ബ്ലോക്കിലേക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ പ്രോസസ്സിനെ അലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഫിറ്റ് ആദ്യം കാണുന്ന ഫ്രീ സ്പേസിൽ ഈ പ്രോസസ്സിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സ്പേസിലേക്ക് വെക്കുക. ബസ് ഫിറ്റ് എന്ന് പറയുമ്പം ഏറ്റവും ചെറുതും നമ്മുടെ പ്രോസസ്സിനെ ഒക്യുപ്പൈ ചെയ്യാനും പറ്റുന്ന ആ ഒരു ബ്ലോക്കിലേക്കായിരിക്കും നമ്മുടെ പ്രോസസ്സിനെ ഒക്യുപ്പൈ ചെയ്യുക. ദാറ്റ് ഈസ് ബസ് ഫിറ്റ്. ദെൻ വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ
നമ്മുടെ പ്രോസസ്സിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ആ തന്നിരിക്കുന്ന ഫ്രീ സ്പേസസിൽ ഏറ്റവും ലാർജസ്റ്റ് ബ്ലോക്ക് ആരാണോ ആ ബ്ലോക്കിലേക്ക് നമ്മുടെ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് അലോക്കേറ്റ് ദ ഫസ്റ്റ് ഫ്രീ പാർട്ടീഷൻ ഓർ ഹോൾ ലാർജ് എനഫ് വിച്ച് ക്യാൻ അക്കോമഡേറ്റ് ദ പ്രോസസ്. ദെൻ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തൊട്ട് വീണ്ടും ആദ്യത്തെ ഫ്രീ ബ്ലോക്ക് തൊട്ടേ സ്കാൻ ചെയ്ത് തുടങ്ങും. ദെൻ ബസ് ഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അലോക്കേറ്റിംഗ് ദ സ്മോളസ്റ്റ് ഫ്രീ പാർട്ടീഷൻ. അപ്പോൾ ഏറ്റവും സ്മാളസ്റ്റ് ഫ്രീ പാർട്ടീഷൻ, ഫ്രീ ആയിട്ടുള്ള നമ്മുടെ പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ആരാണെന്നോ അത് കണ്ടുപിടിച്ചിട്ട് അവരിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ബെസ്റ്റ് ഫിറ്റ്. ദെൻ വേഴ്സ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് അവൈലബിൾ ഫ്രീ പോർഷനെ ആയിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുക, എന്നിട്ട് അവിടേക്കായിരിക്കും അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് ഫിറ്റിലാണെങ്കിൽ നമ്മൾ ആദ്യം തൊട്ടേ നോക്കും. ദെൻ ബസ് ഫിറ്റിലും ഓരോയിടത്തും പോയിട്ട് ആർക്കാണോ ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കും. വേഴ്സ് ഫിറ്റിൽ ഏറ്റവും ലാർജസ്റ്റ് ബ്ലോക്ക് ആരാണോ അവരിലേക്കായിരിക്കും അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ക്ലിയർ ആവും. സോ ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ അൽഗോരിതം ആണ്. ആ പ്രോസസ്സർ മാനേജർ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹോൾ മീൻസ് മെമ്മറി, അതായത് ഫ്രീ മെമ്മറി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഒരു ഫ്രീ ആയിട്ടുള്ള മെമ്മറീസ് ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകും, എന്നിട്ട് ആദ്യം കാണുന്ന ബ്ലോക്കിൽ ഇതിനെ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിറ്റ് പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ 5 മെമ്മറി പാർട്ടീഷൻസ് തന്നിട്ടുണ്ട്. അതായത് ഫ്രീ ആയിട്ടുള്ള 5 മെമ്മറി പാർട്ടീഷൻസ് ആണ്. മെമ്മറീനെ പല സൈസ് വെച്ചിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ ഒരു 100 KB ഉണ്ട്, അടുത്തതൊരു 500 KB ഉണ്ട്, 200 KB, 300 KB, 600 KB. ഇതിൽ ഈ ഓരോ ഓർഡറിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഫ്രീ മെമ്മറി സ്പേസുകൾ ഇങ്ങനെയാണ് നമ്മുടെ മെമ്മറിയിൽ ഇരിക്കുന്നത്. സോ അപ്പം ഫസ്റ്റ് ഫിറ്റ്, ബസ് ഫിറ്റ് ആൻഡ് വേഴ്സ് ഫിറ്റ് അൽഗോറിതംസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പ്രോസസ്സുകളുടെ റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രോസസ്സിന് 212, അതായത് 212 KB റിക്വയർമെൻ്റ് ഉണ്ട്. അടുത്ത പ്രോസസ്സിന് 417, അടുത്തതിന് 112, ദെൻ 426. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ പ്രോസസ്സുകളുടെയും റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഓരോ മെത്തേഡിലും എങ്ങനെയൊക്കെ ആർക്കൊക്കെ അലോക്കേറ്റ് ചെയ്തും ആർക്ക് ഏത് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. സോ അതിനാദ്യം നമുക്ക് ഫസ്റ്റ് ഫിറ്റ് തന്നെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു, ആദ്യം കാണുന്ന ഈ ഒരു പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ആൾ ആരാണോ, ആദ്യത്തെ മെമ്മറി ഏതാണോ അതിലേക്ക് വെക്കും. അപ്പോൾ ആദ്യം തൊട്ട് നമ്മൾ സ്കാൻ ചെയ്യുന്നു 212, അതിനെ 100ലേക്ക് വെക്കാൻ പറ്റുമോ നോക്കുന്നു, പറ്റത്തില്ല. ദെൻ അടുത്ത 500 ആണ്. 500ൽ 212നെ നമുക്ക് പ്ലേസ് ചെയ്യാമല്ലോ. സോ എന്ത് ചെയ്യുന്നു, 212നെ ഞാൻ 500ലേക്ക് പ്ലേസ് ചെയ്യുന്നു, 212. ദെൻ റിമൈനിങ് മെമ്മറി എന്ന് പറയുന്നത് 288 മെമ്മറി എനിക്ക് ഇവിടെ ബാക്കി വരും. അപ്പോൾ ഇത് ഞാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു, 212 ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ബാക്കി ഇവിടെ ഒരു 288 മെമ്മറി ഫ്രീ ആണ്. 288K മെമ്മറി ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കും. ഓക്കെ, ദെൻ അടുത്ത പ്രോസസ്സിൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 417 KB ആണ്. അപ്പോൾ 417 KB എഗെയിൻ നമ്മൾ ഫസ്റ്റ് തൊട്ട് നോക്കും. 100ൽ വെക്കാൻ പറ്റില്ല, 288ൽ വെക്കാൻ പറ്റില്ല, 200ൽ വെക്കാൻ പറ്റില്ല, 300ൽ വെക്കാൻ പറ്റില്ല, 600. സോ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 417 എന്ന് പറയുന്നതിനെ ഇവിടേക്ക് ഞാൻ പ്ലേസ് ചെയ്തു, 417. സോ 417 എന്ന് പറയുന്നതിന് ഞാൻ ഇവിടേക്ക് വെച്ചു, 417. ദെൻ അതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് ഇവിടെ ഒരു 183K അവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, 183. ഓക്കെ, ദെൻ അടുത്ത റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 112 KB ആണ്. 112ന് ഞാൻ ആദ്യം നോക്കുന്നു, 100ൽ വെക്കാൻ പറ്റില്ല. അടുത്ത 288 ഉണ്ട്. സോ ഇവിടെ 288ൽ എനിക്ക് എന്ത് ചെയ്യാം, 100 ഇവിടെ 112നെ പ്ലേസ് ചെയ്യാം. 288ൽ ഞാൻ എന്ത് ചെയ്തു, 112നെ പ്ലേസ് ചെയ്തു. സോ 112 ഇവിടെ ഒരു 212 ഉണ്ട്. ഓക്കെ, 112നെ പ്ലേസ് ചെയ്തു. അടുത്ത് എനിക്ക് പ്ലേസ് ചെയ്യേണ്ടുള്ള 426 KB റിക്വയർമെൻ്റ് ഉള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആദ്യം
100-ൽ നോക്കും പറ്റില്ല. ദെൻ ഇവിടെ കുറച്ച് മെമ്മറി ഉണ്ട്, അതിലും പറ്റില്ല. 200-ൽ പറ്റില്ല, 300-ൽ പറ്റില്ല, ഇവിടെ 183-ലും പറ്റില്ല. സോ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് മെമ്മറിയിലേക്ക് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ പ്രോസസ്സ് എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഈ ബാക്കിയുള്ള പ്രോസസ്സുകൾ അവരുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഈ പ്രോസസ്സ് വെയിറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഫിറ്റിലൂടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫിറ്റിൽ നമുക്ക് ഈ 3 പ്രോസസ്സുകളെ മാത്രമേ മെമ്മറിയിലേക്ക് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് ബസ് ഫിറ്റിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. സോ ബസ്റ്റ് ഫിറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും സ്മാളസ്റ്റ് അത് തന്നെ നമ്മുടെ പ്രോസസ്സിനെ അലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്മാളസ്റ്റ് മെമ്മറി ബ്ലോക്ക് ഏതാണെന്ന് നോക്കണം. സോ 212നെ നമുക്ക് ആദ്യം 100-ൽ വെക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നു. 100-ൽ വെക്കാൻ പറ്റില്ല. ദെൻ 500-ലേക്ക് വെക്കാൻ പറ്റുമോ? 500-ൽ വെക്കാം, പക്ഷേ അവിടെ എത്ര ബാക്കി വരും? കുറച്ച് ഭാഗം ബാക്കി വരും. ദെൻ 200-ൽ വെക്കാൻ പറ്റുമോ? ഇല്ല. 300-ൽ വെക്കാൻ പറ്റും, 600-ലും വെക്കാൻ പറ്റും. പക്ഷേ ഈ മൂന്ന് ലൊക്കേഷനിൽ എവിടെ വെച്ചാലാണ് കുറച്ച് വേസ്റ്റേജ് വരുന്നതെന്ന് നോക്കണം. എവിടെ വെക്കുമ്പോഴാണ്? 300-ലേക്ക് പ്ലേസ് ചെയ്യുമ്പോഴാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് എൻ്റെ 212 എന്ന് പറയുന്ന ആ ഒരു റിക്വയർമെൻ്റ് ഉള്ള പ്രോസസ്സിനെ 212 KB റിക്വയർമെൻ്റ് ഉള്ള പ്രോസസ്സിനെ ഇവിടേക്ക് അലൊക്കേറ്റ് ചെയ്യും. കാരണം ഇവന്തോ ഇവിടെ രണ്ടിടത്തും സ്പേസ് ഉണ്ടെങ്കിലും ഏറ്റവും കുറച്ച് മെമ്മറി ആയിട്ടുള്ളത് ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പ്ലേസ് ചെയ്തു. ദെൻ അടുത്ത 417K ആണ്. 417K നോക്കുമ്പോഴും ഇവിടെ നമ്മൾ നോക്കണം, 100-ൽ വെക്കാൻ പറ്റില്ല, 500-ൽ വെക്കാം, നമുക്കിവിടെ 600-ലും വെക്കാം. അപ്പോൾ എവിടെയാണ് ഏറ്റവും കുറച്ച് വേസ്റ്റേജ് വരുന്നത്? ഈ 500-ൽ വെക്കുമ്പോഴാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? 417Kനെ ഈ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് വെക്കുന്നു. 417K. ഓക്കെ, അടുത്ത 112 ആണ്. 112ന് ഇതിൽ 100-ൽ വെക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് കുറച്ച് ബാക്കിയുണ്ട്, അവിടെയും വെക്കാൻ പറ്റില്ല. 200-ൽ വെക്കാൻ പറ്റും, ഇവിടെയും കുറച്ച് ബാക്കിയുണ്ട്, അവിടെ വെക്കാൻ പറ്റില്ല. ദെൻ ഇവിടെ വെക്കാം, 600-ൽ വെക്കാം. അപ്പോൾ ഏറ്റവും കുറച്ച് വേസ്റ്റേജ് വരുന്ന ഇവിടെ വെക്കുമ്പോഴാണ്? 200-ൽ വെക്കുമ്പോഴാണ്. സോ ഞാൻ 112നെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. 112നെ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത 426K ആണ്. 426Kനെ ഇനി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഈ 600-ൽ മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് 426നെ ഇവിടെ പ്ലേസ് ചെയ്തു. 426K. ഓക്കെ, അപ്പോൾ നമുക്ക് 4 പ്രോസസ്സുകളെയും ബെസ്റ്റ് ഫിറ്റ് അൽഗോരിതം പ്രകാരം നമുക്ക് 4 പ്രോസസ്സുകളെയും മെമ്മറിയിലേക്ക് അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. ദെൻ അടുത്ത വേഴ്സ് ഫിറ്റ്. അപ്പോൾ വേഴ്സ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഏറ്റവും ലാർജസ്റ്റ് ബ്ലോക്ക് എവിടെയാണോ ഉള്ളത് നോക്കും, അവിടെ ആയിരിക്കും നമ്മുടെ പ്രോസസ്സിനെ അലൊക്കേറ്റ് ചെയ്യുക. സോ ആദ്യത്തെ റിക്വയർമെൻറ്റ് 212K ആണ്. 212Kയിൽ ഏറ്റവും ലാർജസ്റ്റ് ബ്ലോക്ക് ആരാണെന്ന് നോക്കാം. ലാർജസ്റ്റ് ബ്ലോക്ക് 600 ആണ്. അപ്പോൾ 600-ലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? 600-ലേക്ക് ഈ 212നെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഭാഗമല്ലേ വരുള്ളൂ. 212നെ 600-ലേക്ക് വെക്കുന്നു. സോ 600-ലേക്ക് 212. അപ്പോൾ ഇവിടെ കുറച്ച് ബാക്കി വരും. ആ ബാക്കി വരുന്ന ഭാഗം എന്ന് പറയുന്നത് 388K വരും. 388K ഇവിടെ ബാക്കി വരുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ 417K ആണ്. 417 ഇനി ലാർജസ്റ്റ് എവിടെയാണ്? 500 ആണ് ഏറ്റവും ലാർജസ്റ്റ്. ഇനി ഫ്രീ ആയിട്ടുള്ള ലാർജസ്റ്റ് എവിടെയാണ്? 500 ആണ്. ഇവിടെയൊക്കെ 388, 300, 200, 100, 500. അപ്പോൾ അതിൽ ഏറ്റവും വലുത് ആരാണ്? 500. സോ ഞാൻ 417നെ എവിടേക്കായിരിക്കും പ്ലേസ് ചെയ്യുക? ഈ 500K എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിലേക്കായിരിക്കും 417K വരുന്ന ആ ഒരു പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് ബാക്കിയുള്ളത് 112 ആണ്. 112നെ അലൊക്കേറ്റ് ചെയ്യാൻ ഇനി ഫ്രീ ആയിട്ടുള്ളതിൽ ഏറ്റവും ലാർജസ്റ്റ് ആരാണെന്ന് നോക്കും. ഇവിടെ 100 ഉണ്ട്, ഇവിടെ കുറച്ച് ഭാഗമേ ഉള്ളൂ. 200, 300, 388 ഉണ്ട്. സോ 388 വരുന്ന ഈ ഒരു ഭാഗമാണ്, അതാണ് ഈ ലാർജസ്റ്റ് ബ്ലോക്ക്. സോ ഇവിടേക്കായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്? 112 എന്ന് പറയുന്ന ബ്ലോക്കിനെ അലൊക്കേറ്റ് ചെയ്യുക. ദെൻ അടുത്തത് 426 എന്ന് പറയുന്ന 420. ഇനി അടുത്ത ലാർജസ്റ്റ് ഫ്രീ ബ്ലോക്ക് ആരാണ് വരുന്നത്? 300 ആണ്. അപ്പോൾ 426നെ നമുക്ക് അവിടേക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. സോ 426 എന്ന് പറയുന്നതിന് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. സോ വേഴ്സ്റ്റ് ഫിറ്റിലും ഒരു പ്രോസസ്സിന് നമുക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല. ആ പ്രോസസ്സ് എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. സോ അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ ഈ 3 അൽഗോറിതംസിലും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏത് അൽഗോറിതമാണ്? ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്ന അൽഗോറിതമാണ്. സോ ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെമ്മറി അലോക്കേഷൻ സ്കീംസ്. ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് പ്ലീസ് ഡു കമൻറ്റ്. താങ്ക് യു.